സാർ രണ്ടോ ബിഗ് ബോസ് വന്നതേ ഉള്ളൂ. ബിഗ് ബോസ് ഇറങ്ങി ആളുകൾ കാണാതെ ഇങ്ങനെ പാത്ത് നടക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രകടനം കണ്ടിട്ട് സാറിന് എന്താണ് പറയുന്നത്? പ്രകടനം കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നില്ല. എല്ലാവരും കാണുന്നുണ്ടല്ലോ, പുറത്ത് അധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ ചില ഓളങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ടല്ലോ. പല അഭിപ്രായങ്ങളും പലയിടത്തുനിന്ന് പറയുമല്ലോ. ഈ അഭിപ്രായങ്ങൾ പറയുന്നതല്ല, ഇത് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. അത് ഓരോരുത്തരുടെ ആ സമയത്തുള്ള ഒരു മൈൻഡ് അനുസരിച്ചാണ്. അത് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ അതില്ലാതെ വരുമ്പോൾ താഴോട്ട് പോകും. നിലവാരമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളെ കിട്ടിയില്ലെങ്കിൽ താഴോട്ട് പോകും. അങ്ങനെ സംഭവിക്കുന്ന അല്ലാതെ ഒരു കാര്യങ്ങൾ അപ്പോൾ തന്നെ പ്രതികരിക്കാതെ പിന്നീട് നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ള സംഭവങ്ങൾ അത് ആ സമയത്ത് അതിൻ്റെ ഒരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ആ ടൈമിൽ പ്രതികരിക്കാനുള്ള ഒരു ബുദ്ധി തോന്നാത്തപ്പോൾ പിന്നീട് ആലോചിക്കുമ്പോഴാണ് ചേട്ടാ ഞാൻ അവിടെ അത് പിടിക്കേണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ കയറി പിടിക്കും. അത് ചിലപ്പോൾ വൈകി പോകും, ചിലപ്പോൾ നെഗറ്റീവായിട്ട് അടിക്കും. ലക്ഷ്മി ഒരു അഭിപ്രായം എങ്ങനെ പറയാൻ പറ്റും? നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് കുഷ്ഠരോഗം പോലുള്ള മാരക രോഗമുള്ളവരെ പോലും നമ്മൾ മാറ്റി നിർത്താറില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നത് ശരിയായ പ്രയോഗമല്ല ഒരിക്കലും. പക്ഷേ അത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായം. അത് പറയാം, അത് ആർക്കും എവിടെയും പറയാം. അല്ല, ഒരാളിന് വീട്ടിൽ കയറ്റില്ല എന്ന് അങ്ങനെ അവർക്ക് വേറെ വീട്ടിൽ കയറ്റാതിരിക്കാം. പക്ഷെ അതിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിനെ ഒരുപാട് നെഗറ്റീവ് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. അല്ല, അത് പുറത്തു പോകാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം ചോദിക്കുമ്പോഴാണല്ലോ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വശം ബൂസ്റ്റ് ചെയ്യപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് കയറാൻ പാടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ദിവസം നിന്ന് നെഗറ്റീവ് വശമൊന്നും പുറത്ത് കാണാതെ തന്നെ എന്നെ ചവിട്ടി പുറത്താക്കിയത് വളരെ നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ കിരീടം നേടാൻ സാധ്യതയുള്ള ഒരാളിനെ നമുക്ക് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പോകെ നമുക്ക് ഇയാൾ കിരീടത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു 50 ദിവസത്തോളം എത്തുന്നു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം ആരെങ്കിലുമൊക്കെ ആവുമെന്ന്. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളിനെ കണ്ടെത്താനും ഒരാഴ്ച പോരാ, അതിനും കുറച്ചുകൂടെ സമയം കൊടുക്കണം. അതെ, പ്രവീണിനൊക്കെ എന്ത് ചെയ്തു? പ്രവീണിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? അവർക്ക് പിന്നെ 2 ആഴ്ച കിട്ടിയെന്ന് പറയാം. ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിൽ നിന്ന ഒരു റെക്കോർഡ് എനിക്കാണുള്ളത്, 7 ദിവസം. ഇല്ല, അത് ആരെങ്കിലും അടിക്കട്ടെ, എനിക്ക് അതിനകത്ത് വലിയ അഭിപ്രായമൊന്നുമില്ല. അത് ആരെങ്കിലും അതിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം നിലപാടിൽ ഉറച്ചു നിൽക്കാനും സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറയാനുള്ള അതാണ് അവിടെ വേണ്ടത്. നമ്മുടെ ഒരു നിലപാടിന് ശക്തമായി ഉറച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ്. അതായത് മെൻ്റലി അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോരും. ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ ശരിയും തെറ്റുകളൊന്നുമില്ല. അവിടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ശരി ചെയ്യും, പിന്നെ ഒരു തെറ്റ് ചെയ്യും, പിന്നെ തെറ്റ് ചെയ്ത ആൾ പിന്നെ ശരി ചെയ്യും. അതിനെ ഇപ്പൊ പറഞ്ഞ ഞാൻ അതാണ്. അങ്ങനെ ഒരാളിനെയും കുറിച്ചും പറയാൻ പറ്റില്ല. അവർക്ക് എന്താണ് വല്ല മാരക രോഗമുണ്ടോ? അവരെ തൊട്ടാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമോ? ഒന്നുമില്ലല്ലോ. അവരും മനുഷ്യരാണ്. അവർ തെറ്റായ സന്ദേശമൊന്നും സമൂഹത്തിന് നൽകുന്നില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല. പിന്നെന്താണ് പ്രശ്നം? പിന്നെ അവർക്ക് അത്തരം ജീവിതശൈലിയോട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാം. എനിക്ക് താല്പര്യമില്ല അത്തരം കാര്യം. എൻ്റെ വീട്ടിലാരും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാം. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ അനിയത്തിമാരോ വേറെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയാൽ നമുക്കൊരു ഷോക്കാവും ചിലപ്പോൾ. സ്വാഭാവികം. ഈ രേന എന്നൊക്കെ പറയാം, അവരുടെ കാര്യം സംസാരിക്കുന്നതിന് ഇഷ്ടമല്ല. അവരൊക്കെ എന്ത് ചെയ്തു അവിടെ ഇത്രയും ദിവസം നിന്നിട്ട്? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുണുവിന പറഞ്ഞല്ലാതെ അവരൊന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ യൂത്തിന് വേണ്ടുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്തേണ്ടതാണ്. ഇതുവരെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് വെറുതെ കീ എന്ന് പറഞ്ഞ ജീവിയുടെ പോലെ കിടന്ന് വെള്ളം വയ്ക്കാനല്ലാതെ അവരെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരൊന്നും കണ്ടസ്റ്റൻ്റായിട്ട് കൂട്ടല്ലേ. എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കാൻ. അനുമോൾ കപ്പെടുക്കുമെന്ന് അറിയില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ കപ്പെടുക്കുന്നുള്ള അല്ലാതെ വേറെ കപ്പെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അനുമോൾ അവിടെ ഒരു പ്രസൻസ് അറിയിച്ചിട്ടുണ്ട്. അനുമോൾ ഇടയ്ക്ക് ആദ്യം അനീഷ് താങ്ങിക്കൊണ്ടുവന്ന ബിഗ് ബോസിനെ അനുമോൾ ഏറ്റെടുത്ത് കുറച്ച് ദിവസം. ഇപ്പം പലരിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് ഷോ അത് ഞാൻ കണ്ടില്ല സത്യത്തിൽ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പാവയ്ക്കകത്തിരിക്കുകയാണ് അല്ല, അവൾ തന്നെ ഒരു പാവയല്ലേ. പെൺകുട്ടി തന്നെ ഒരു പാവയാണ്. കുഴപ്പമില്ല, നല്ല ക്യൂട്ടാണ്. കുറച്ചാൾ പോകും, നല്ലതാണ്. എന്നെ ആദ്യം എവിക്റ്റ് ചെയ്ത ആളും കൂടാണ്. അതുകൊണ്ട് എനിക്ക് നല്ല സ്നേഹമാണ്. അല്ല, എവിക്റ്റ് ചെയ്തല്ല, എന്നെ ആദ്യം നോമിനേറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് നല്ല സ്നേഹം.
അതുപോലെ കോമണറായ അനീഷിനെ കുറിച്ചൊക്കെ അനീഷ് ഗെയിം കളിക്കാൻ പ്ലാൻ ചെയ്ത് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് ഈ ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണമെന്ന് അറിയാവുന്ന ആളാണ് ബാക്കി പലരേക്കാളും. അത് അയാൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ഈ ആദ്യം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, എത്ര ആൾ പോകും. ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ആൾ പ്രസൻസ് അറിയിക്കുന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിരിക്കാം. പക്ഷേ ആവശ്യം വരുമ്പോൾ അയാളുടെ പ്രസൻസ് അറിയിച്ചോളൂ. ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന അനീസ്, ഷാനവാസ് അവർ നന്നായിട്ട്, ഷാനവാസ് വളരെ മിടുക്കനല്ലേ, അയാൾ നന്നായിട്ട് അനീഷിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരാൾ ഷാനവാസാണ്. മസ്താനി എന്തിനാണ് അവിടെ പോയത്? ചുമ്മാ വീട്ടിലിരുന്നായിരുന്നേ ഒരു പേര് ദോഷവും ഇല്ലാതെ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് പോയായിരുന്നു. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇനി മസ്താനെ ആലോചിക്കണം. അതാണ് കാരണം അവിടെ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഒന്നുകിൽ നമ്മൾ നന്നാവും, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് നമ്മൾ വരും. വളരെ മോശമായിട്ട് വരാനുള്ള വകുപ്പ് നമ്മൾ തന്നെ ഇട്ട് കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഔട്ടാകുമ്പോഴും നമുക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ കൈകൊട്ടി ചിരിക്കുകയും താങ്ക്സ് പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് അടുത്ത ആഴ്ച അവർ ഔട്ടായപ്പോഴേ അവിടെ ആഘോഷിച്ചത്. വളരെ ഇപ്പം എന്നെ കുറിച്ച് ആളുകൾ പറയുന്നത്, പണ്ട് ഞാൻ എന്തോ സന്തോഷ് പണ്ഡിറ്റിനെ എന്തോ പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അതൊക്കെ എത്രയോ വർഷം മുമ്പ് അതൊരു ഷോയുടെ ഭാഗമായിട്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ അത് അങ്ങനെ അയാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ പിടിച്ചിരുത്തുക തന്നെ. ആ ജോലിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല ചിലർ പറയുന്നത് ഫ്ലവേഴ്സ് ടി വിയിൽ, ഞാൻ ഫ്ലവേഴ്സ് ടി വിയിൽ ഇതുവരെ കയറിയിട്ട് പോലും. പണ്ട് ഏഷ്യാനെറ്റ് ഞാൻ ചെയ്ത ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് സംഭവിച്ചു. അതൊക്കെ അത് ഷോയുടെ ഭാഗമായിട്ട് ചെയ്താൽ എനിക്ക് സന്തോഷമായിട്ട് യാതൊരു വിരോധമില്ല. പിന്നെ എൻ്റെ കൂടെ എത്രയോ നാളെ അയാൾ എൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചെന്നറിയാം ഏഷ്യാനെറ്റ് തന്നെ. ഒന്നുമില്ല. ശരത്ത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു. ശരത്തോട്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അവിടെ ശരത്ത് ഇടയ്ക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് ചില ദ്രോഹങ്ങളൊക്കെ ചെയ്തെങ്കിലും അതിനങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അല്ല പനി ശരിക്കും എവിക്റ്റ് അവിടെ നിൽക്കുന്നതും എവിക്റ്റ് ആകുന്നതൊക്കെ ഒരുപോലെ ആയിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ശരത്തിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ വലിയ കാര്യമായിട്ട് അവിടെ കൊടുക്കാൻ ശരത്തിന് പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ ഒന്നും ചെയ്യാതിരുന്നിട്ടുമില്ല. അപ്പോൾ ശരിക്കും ഞാനിവിടെ കുറച്ച് ദിവസം കൂടെ നിൽക്കേണ്ട ആളാണെന്നുള്ള ഒരു സിഗ്നേച്ചർ വലുതായിട്ട് പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു. സാർ അവിടുത്തെ നമ്മുടെ വോട്ടിംഗ് സിസ്റ്റം ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ എന്താണ് സാർ? വോട്ടിംഗ് ഒക്കെ കൃത്യമാണ്. അത് വോട്ടിംഗ് ഒക്കെ വേറെ ഏജൻസികളാണ് ചെയ്യുന്നത്. അതൊന്നും ഏഷ്യാനെറ്റോ എൻ്റമോൾ ഷൈനോ ഒന്നുമല്ല, പുറത്തുള്ള ഏജൻസികളാണ് ചെയ്യുന്നത്. അവരിൽ നിന്ന് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതാണ്. അത് വോട്ടിംഗ് കറക്റ്റാണ്. പക്ഷേ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ബിഗ് ബോസിലെ ടീം അംഗങ്ങളാണ്. കാരണം വോട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, അങ്ങനെയൊക്കെ വർക്കൗട്ട് ആവും. വോട്ട് പോലെ ആൾക്കാർ, അതായത് വോട്ട് ഉപയോഗിച്ച് ചിലവർക്ക് വോട്ടിംഗ് കൂട്ടുന്നു. അതിൻ്റെ സാങ്കേതിക വശമൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്തോ അല്ലെങ്കിൽ ആര് വോട്ട് ചെയ്യാതിരുന്നോ ഒന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഞാൻ വോട്ട് ചെയ്യാറുമില്ല. ഒരു പ്രോഗ്രാം കണ്ടിട്ട് വോട്ട് ചെയ്യുന്നത് പണ്ട് പോലെ എനിക്കില്ല. അതുകൊണ്ട് ഞാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ ആരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. താങ്ക് യു.